എന്തായി സുകന്യ? ഇല്ലമ്മേ, ഗാർഡനിലൊന്നും ശ്രീലക്ഷ്മി മാഡത്തിനെ കണ്ടില്ല. മുകളിൽ എല്ലായിടത്തും ഞാൻ നോക്കിയമ്മേ, അവിടെയൊന്നുമില്ല. പിന്നെ ഇതെവിടെ പോയി? സ്വിച്ച് ഓഫ് ആണല്ലോ. രേഖ രാവിലെ തന്നെ ഷോപ്പിങ്ങിന് പോയതാണല്ലോ. രേഖയുടെ കൂടെ പോയിരിക്കോ? ഇനി അച്ഛനെയും അമ്മയും കാണാൻ പോയതായിരിക്കോ? പറയാതെ പോകാൻ വഴിയില്ല. എങ്കിലൊന്ന് സുദർശനെ വിളിച്ചു നോക്കാം. നല്ലത്. ഇനിയുള്ള കാലം ഓഫീസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പഴയതുപോലെ മനസ്സിലെ നടക്കാത്ത ആഗ്രഹങ്ങളുടെ പുറകെ നടന്ന് വെറുതെ സമയവും ഉള്ള എനർജിയും കളയണ്ട. രാജാറാം സാർ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ സാന്ദ്ര മേഡത്തിന് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും രാജനന്ദിനി വിലാസത്തിൽ നിന്ന് താമസം മാറിയത് വളരെ നന്നായി. ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേ ചില മനുഷ്യർക്ക് ദുരാഗ്രഹങ്ങൾ അങ്ങ് കൂടും. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക? ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റില്ല, കയ്യിലുള്ളത് പോവുകയും ചെയ്യും. അല്ല രാജാറാം സാറേ, രാവിലെ വേറെ ഒരു ജോലിയില്ലാത്തോണ്ടാണോ എന്റെ ക്യാബിനിൽ വന്ന് ഓരോന്നിങ്ങനെ വെറുതെ പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ഇറിറ്റേഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ സാന്ദ്ര മേഡം. ഭാവിയിൽ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോ സ്വന്തം അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ ആരെയും ഇറിറ്റേറ്റ് ചെയ്യാൻ തോന്നില്ല. ആ പിന്നെ സാന്ദ്ര മേഡം, ഞാൻ ഈ പറഞ്ഞൊന്നും ഒരു ഇറിറ്റേഷനായി കാണണ്ട. എല്ലാം കർമ്മഫലങ്ങളായി മാത്രം കണ്ടാൽ മതി. ഡു യു അണ്ടർസ്റ്റാൻഡ്? ബെറ്റർ യു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് ഇനഫ് ടു മേക്ക് എവറി എക്സ്പീരിയൻസ് ഇൻ ലൈഫ് എ ലെസൺ. താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാന്ദ്ര. സാൻഡ്രയ്ക്ക് ഈ ഓഫീസിലുള്ള പൊസിഷന് ചേരുന്ന രീതിയിലല്ല താനിപ്പോ പ്രവർത്തിച്ചിരിക്കുന്നത്. നീ ഓഫീസിലേക്ക് പോയ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് റൂം വൃത്തിയാക്കാനുണ്ടെന്നും പറഞ്ഞ് മുകളിലേക്ക് പോവുകയും ചെയ്തു. കുറെ സമയം കാണാത്തതുകൊണ്ട് ഞാൻ ഗോപി അങ്ങോട്ട് അയച്ചു. മുറിയിലൊന്നുമില്ലെന്ന് ഗോപി വന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഈ വീട് മുഴുവൻ നോക്കി. പക്ഷെ ഇവിടെ എങ്ങും കണ്ടില്ല. നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ സരോജത്തെ വിളിച്ചു. അപ്പോ അവിടെയും ചെന്നിട്ടില്ല എന്നാ പറഞ്ഞത്. എനിക്കെന്തോ പേടിയാവുന്നു മോനെ. അമ്മ പേടിക്കാതെ, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. രാജാറാം, രവി കമ്മീഷണർക്ക് ഫോൺ ചെയ്തു. വിളിച്ചിരുന്നു രവി. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാ അപ്പൊ വിളിക്കാന്ന് പറഞ്ഞു. താനിപ്പോ ഇവിടുത്തെ CCTV ഫുട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ശരി. അല്ല, വീട്ടിൽ ആരോടും പറയാതെ ശ്രീലക്ഷ്മി ഇതെവിടെ പോയി? ഇനി ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ ആരോടും പറയാതെ അങ്ങ് പോവാണോ? ഇവിടെ ഇത്രയും ആളുകളില്ലേ? ഓ, ചിലപ്പോ മൂത്ത മരുമകളായതുകൊണ്ട് ആരോടും പറയണ്ടെന്ന് തോന്നിക്കാണും. അല്ല, പെട്ടെന്ന് വല്ല അത്യാവശ്യം വന്നപ്പോ ആരോടും പറയാനുള്ള സമയം കിട്ടിക്കാണില്ല എന്ന് പറയായിരുന്നു. അനിത്യക്കുട്ടി, രാജാറാം CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നോക്കാം എന്തായതാണ്. അമ്മ വിഷമിക്കാതെ. ശ്രീലക്ഷ്മി,
കൊള്ളാം ശ്രീലക്ഷ്മി. ഇതൊക്കെ ഏതെങ്കിലും പൊട്ടന്മാരോട് പറഞ്ഞാൽ വിശ്വസിക്കും. പക്ഷെ ഞങ്ങൾ ആരും ഇത് വിശ്വസിക്കില്ല. തന്നെ കാണാതായപ്പോ ഞങ്ങൾ എല്ലാവരും എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അല്ല, ഇത്ര പെട്ടെന്ന് മറക്കാൻ താനെന്താ അരുണയുടെ ജന്മമാണോ? കിട്ടിയ തക്കം നോക്കി ആ മുറിയിൽ കയറി ആഭരണങ്ങളൊക്കെ എടുത്ത് ധരിച്ചിട്ട് എനിക്കൊന്നും ഓർമ്മയില്ലാന്ന്. തനിക്ക് കഥയുണ്ടാക്കാൻ അപാര കഴിവാണല്ലോ. സമ്മതിച്ചിരിക്കുന്നു. പിന്നെ കുറച്ച് അഭിനയവും കൈവശം ഉണ്ടല്ലേ? അല്ല, തനിക്ക് ആഭരണങ്ങൾ വേണമെങ്കിൽ എന്നോടോ മദറിലോയോടോ ചോദിച്ചാ പോരായിരുന്നോ? പകരം ബ്രദറിലോ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്ന ആഭരണങ്ങൾ എടുത്ത് ധരിച്ചെന്തിനാ? കഷ്ടം. ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ലജ്ജ തോന്നുവാ. രേഖ, ഇതെന്ത് സംസാരമാ? ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ടില്ലേ? അവൾക്കതൊന്നും ഓർമ്മയില്ല. ഓഹോ, അപ്പം മദറിലോയും ശ്രീലക്ഷ്മി പറഞ്ഞ കള്ളങ്ങളൊക്കെ വിശ്വസിച്ചു അല്ലേ? അതെങ്ങനാ? വന്ന് കേറിയ ഉടൻ ഈ വീടിന്റെ ഗ്രഹനാഥ സ്ഥാനം എടുത്ത് തലയിൽ വെച്ച് കൊടുത്തില്ലേ? പിന്നെ അനാവശ്യമായൊരു ബിൽഡപ്പും. അല്ലെങ്കിൽ തന്നെ ആഭരണങ്ങൾ ഇഷ്ടമില്ലാത്തത് ഏത് സ്ത്രീകൾക്ക്? എത്ര കിട്ടിയാലും ആരും വേണ്ടാന്ന് പറയുകയില്ല. അങ്ങനെ ശ്രീലക്ഷ്മി ഒരു നമ്പർ ഇട്ട് നോക്കി. എന്തായാലും വളരെ ചീപ്പ് പരിപാടിയായി പോയോട്ടോ. രേഖ, ഒന്ന് വായടച്ചു വെച്ചേ. ആദ്യം തെറ്റ് ചെയ്തവരെ വായടപ്പിക്കാൻ നോക്ക് മാത്രല്ലോ. അത് കഴിഞ്ഞിട്ട് മതി എന്റെ വായടപ്പിക്കുന്നത്. സാർ, ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഇവിടെ എന്ത് പ്രശ്നം നടന്നെന്നോ എന്തു പറ്റിയെന്നോ എനിക്കറിയില്ല. മോൾ എന്തിനാണ് ആ മുറിയിലേക്ക് പോയതെന്നോ എനിക്കറിയില്ല. പക്ഷെ അതൊരിക്കലും രേഖാമ്മയുടെ ഇപ്പൊ പറഞ്ഞ പോലെ ആഭരണങ്ങൾ മോഷ്ടിക്കാനല്ല. അയ്യോ, ഇവളുടെ അച്ഛനെന്ന നിലയിൽ അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഞങ്ങൾ മോൾക്ക് ഒരുപാട് ആഭരണങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നുള്ള സത്യമാണ് സാർ. പക്ഷെ അതിനേക്കാൾ വിലപിടിപ്പുള്ള ഒന്ന് ഞങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്: മര്യാദ. ആ വിശ്വാസത്തിൽ ഞാൻ പറയുക സാർ, എന്റെ മകൾ അറിഞ്ഞുകൊണ്ട് ഈ ആഭരണങ്ങളൊന്നും എടുത്തണിഞ്ഞതാവില്ല. മോൾക്കെന്തോ അബദ്ധം പറ്റിയതാ. ദയവ് ചെയ്ത് എന്റെ മകളെ ഒരു കള്ളിയാക്കരുത് സാർ. അയ്യോ, ശ്രീലക്ഷ്മി വെച്ച് അങ്ങനൊന്നും സംസാരിക്കല്ലേ. ശ്രീലക്ഷ്മി എനിക്കറിയില്ലേ. നടക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു. അതിന് ഇത്രയും വിശദീകരണം തരേണ്ട കാര്യമൊന്നുമില്ല. അതെ സുദർശൻ, രേഖ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. ശ്രീലക്ഷ്മിയെ കാണാതായ വിഷമത്തിൽ രേഖ അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാ, അല്ലാതെ മനസ്സിലൊന്നും വെച്ചോണ്ടല്ല. അയ്യോ, രേഖാ മാഡത്തിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ഗായത്രി അമ്മ. ഈ സാഹചര്യത്തിൽ ആരായാലും ഇതുപോലെയൊക്കെ ചിന്തിച്ചു പോവും. അമ്മേ, മുതിർന്നവർ പറയുന്നതിനപ്പുറം ഇതുവരെ എന്റെ മോളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാ മുറി കേറിയെന്നറിയില്ല. സത്യം പറയടി, നീ എന്തിനാ മുറി കയറിപ്പോയത്? അമ്മേ, ഞാൻ സത്യ പറയുന്നത്. ഞാൻ അവിടെ എന്തിനാ പോയെന്നോ എപ്പോഴാ പോയെന്നോ ഒന്നും എനിക്കറിയില്ല. നീ അറിയാതെ എങ്ങനെ പോകുന്നത്? ഞാനിങ്ങോട്ട് വരുന്നു എന്നറിയിക്കാൻ ഫോണിൽ വിളിച്ചിരുന്നു. സർ ഫോൺ എടുത്തില്ല. ഓ, ഐ എം റിയലി സോറി ദേവിക. കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. സാറിന്റെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വരൂ, നമുക്ക് അല്പം മാറി സംസാരിക്കാം. ഓക്കെ. ഈ ആധുനിക യുഗത്തിൽ എന്നെ പോലൊരു വ്യക്തി ഒരു ഡോക്ടറോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണോ ഇതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടത് ഒരു സുഹൃത്ത് എന്ന നിലയിലായിരിക്കണം. പക്ഷേ മറുപടി പറയേണ്ടത് ഒരു ഡോക്ടർ എന്ന നിലയിലും. വളരെ ഗൗരവമേറിയ എന്തോ വിഷയമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. ഓക്കെ, കം ടു ദ പോയിന്റ്. യെസ്. Something strange are happening nowadays. At present, something mysterious happened.
ഞാൻ ദൃക്സാക്ഷിയായ കാര്യങ്ങൾ ഇതൊക്കെ. പക്ഷെ എനിക്ക് തന്നെ ഇതൊന്നും ഇപ്പോ വിശ്വസിക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ആരോടും ഷെയർ ചെയ്യാനോ ആകുന്നില്ല. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഒരുപക്ഷെ ഇതെല്ലാം എന്റെ തോന്നലുകളോ സംശയങ്ങളോ മാത്രമായിരിക്കും. അങ്ങനെ തന്നെ ആകണമെന്നാണ് എന്റെ പ്രാർത്ഥനയും. കാരണം ശ്രീലക്ഷ്മി ഒരിക്കലും ഒരു മനോരോഗിയായി കാണാൻ എനിക്ക് കഴിയില്ല. രവി സാറ് പറഞ്ഞതുപോലെയുള്ള ഈ സംഭവങ്ങൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ഇന്നുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ധാരാളം കേട്ടിട്ടുണ്ട്, പല സിനിമകളിലും കണ്ടിട്ടുമുണ്ട്. കേട്ടതും കണ്ടതുമെല്ലാം കഥകൾ മാത്രമായിരുന്നു. മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഒളിവും മറവും സൃഷ്ടിക്കാനായി ഭൂതത്തിന്റെയും പ്രേതത്തിന്റെയും പേര് പറഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാറുണ്ട്. ആയിരിക്കാം. ഇവിടെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ശ്രീലക്ഷ്മി സൃഷ്ടിക്കേണ്ട ആവശ്യം. ഇവിടെ ശ്രീലക്ഷ്മി അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. രാജനന്ദിനി വിലാസം എന്ന ഈ വീട്ടിൽ രവിസാറിന്റെ ആദ്യ ഭാര്യയുടെ പ്രേതമുണ്ടെന്നൊരു സംസാരം ഉണ്ടായാൽ നാട്ടുകാർ മുഴുവൻ ഭയപ്പാടോടുകൂടിയേ പിന്നെ ഈ വീട്ടിലേക്ക് നോക്കൂ. ഇതിനെ ചുറ്റിപ്പറ്റി പല ഉപകഥകളും ജനിക്കുകയും ചെയ്യും. പക്ഷേ ഇത് വെറുമൊരു കെട്ടുകഥ മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് മാത്രമേ കഴിയൂ. ഇതിനൊക്കെ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഇനി എന്താ ഉണ്ടാവാനുള്ളത്? ആ ശ്രീലക്ഷ്മിയുടെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായി പോയില്ലേ? എന്തിനായിരുന്നു എന്നെ കള്ളം പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത്? ഒരു ചീപ്പ് ഡ്രാമയായി പോയിരിക്കും. അത് തന്റെ വായിൽ കിടക്കുന്ന നാക്ക് ശരിയല്ലാത്തതുകൊണ്ടാ. ആരോട് എപ്പോ എന്ത് എവിടെ പറയണമെന്നൊരു ബോധം നിനക്കില്ല. അതാ ഞാൻ തന്നെ കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയത്. ഞാൻ എന്ത് പറഞ്ഞെന്നാ? അങ്ങനെ പറഞ്ഞെങ്കിലും സത്യമല്ലേ? ശ്രീലക്ഷ്മി തന്റെ ജീവിതത്തില് സ്വപ്നം പോലും കണ്ടു കാണൂ ഈ വീട്ടിലേക്ക് മരുമകളായി വരുമെന്നോ നമ്മളെ പോലുള്ള ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റുമെന്നും? അതെന്താ, നമ്മളൊന്നും മനുഷ്യരല്ലേ? ജനിച്ചതും ജീവിച്ചതും രണ്ട് സാഹചര്യത്തിലായിപ്പോയി എന്ന് കരുതി ആരെയും കുറച്ചു കാണാനോ പരിഹസിക്കാനോ നമ്മൾ ആളല്ല രേഖ. എന്താ, തനിക്ക് കുറവുകളില്ലേ? ഇല്ല. എനിക്കെന്താ കുറവ്? പണത്തിന് പണം, തറവാടിത്തത്തിന് തറവാടിത്തം, വിദ്യാഭ്യാസത്തിന് അത്. പിന്നെ രഘു എന്നിൽ കാണുന്ന കുറവ് എന്താണ്? വിവരം. മോളി പറഞ്ഞ എല്ലാം ഉണ്ടായാലും വിവരവും പരിസരബോധവും ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല. ഓഹോ, പിന്നെ ഈ വിവരമില്ലാത്ത എന്നെ എന്തിനാ രഘു കല്യാണം കഴിച്ചത്? കറക്റ്റ്. അത് എനിക്കും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. രഘുവിന്റെ മൗനവ്രതം ഇതുവരെ തീർന്നില്ലേ? രഘുവും പറയേ എന്റെ കുറെ കുറ്റങ്ങള്. എന്നിട്ട് പഞ്ചിനൊരു പഴഞ്ചൊല്ലും പറഞ്ഞോ? ഇതെല്ലാം രേഖയായിട്ടുണ്ടാക്കിയതാ. അപ്പോ താൻ തന്നെയാ കേൾക്കാൻ ബാധ്യസ്ഥ. അതെ, ഞാനാണല്ലോ ബ്രദർ ഇൻ ലോയുടെ സീക്രട്ട് റൂം അവൾക്ക് തുറന്നു കൊടുത്തത്. ആഭരണങ്ങളൊക്കെ എടുത്ത് താതേ കളിച്ചതും ഞാൻ പറഞ്ഞിട്ടാണല്ലോ. ചെയ്തത് മുഴുവൻ അവളും, ഇപ്പൊ കുറ്റക്കാരി ഞാനും. എന്നിട്ട് കള്ളം പറഞ്ഞ് എന്നെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കള്ളം പറഞ്ഞ് ഒഴിവാക്കാൻ മാത്രം ഞാൻ അത്രയും വലിയ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്ന പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. മിനി കൂപ്പറിന്റെ ടെസ്റ്റ് ഡ്രൈവിന്റെ കള്ളം പറഞ്ഞ് തന്നെ ഞാൻ വിളിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിലെ ആരെങ്കിലും തന്നെ പിടിച്ച് തല്ലിയേനെ. രഘു അപ്പോഴും നോക്കി നിൽക്കുകയുള്ളൂ. ഉറപ്പായി. കാരണം തെറ്റ് മുഴുവനും നിന്റെ ഭാഗത്താ. നീ കാരണം പലയിടത്തും എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. നീ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. മറ്റുള്ളവരുടെ ഫീലിങ്സ് നിനക്ക് മനസ്സിലാവുന്നേയില്ല. അമ്മ വിശദമായിട്ട് പറഞ്ഞത് ഞാൻ ഒരു വാക്കിൽ പറഞ്ഞുതരാം. വളർത്തു ദോഷം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ കുറ്റം പറയില്ല. കഷ്ടം. ഞാൻ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കുറ്റങ്ങളെല്ലാം എന്റെ നേരേക്കാണല്ലോ വരുന്നത്. ഇവിടെ വീട്ടില് ശ്രീലക്ഷ്മി നല്ലവളായ ഉത്തമയായ സ്ത്രീ. അവിടെ ഓഫീസില്
പരമാധികാരിയായ വലിയ മാഡം. കൂടുതൽ തല പൊക്കുന്നതിന് മുമ്പ് അവളുടെ പത്തി ചവിട്ടി താഴ്ത്തണം. ഇവിടുത്തെ ശ്രീലക്ഷ്മിയുടെ തലയണ മന്ത്രവും അവിടുത്തെ സാന്ദ്രയുടെ നല്ല പിള്ള ചമയലും നാളത്തോടെ ഞാൻ നിർത്തുന്നുണ്ട്. എന്റെ ഈശ്വരന്മാരെ, ഞങ്ങൾക്ക് ഈ ഗതി വരുത്തിയല്ലോ. എന്റെ ചേട്ടനൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ എത്ര പ്രാർത്ഥിച്ചതാ. എന്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടില്ലല്ലോ. ചതിച്ചല്ലോ ദൈവമേ. ഞാനിതെങ്ങനെ സഹിക്കൂ? എന്താ പപ്പി, എന്താ ഉണ്ടായത്? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? ചേച്ചി കണ്ടു ചേച്ചി ചേട്ടന്റെ അവസ്ഥ. എല്ലാം പോയല്ലോ ചേച്ചി. കരയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ പത്മിനി. കൃഷ്ണമോളെ എന്താ ഉണ്ടായത്? ത്രിവിക്രമന് എന്തു പറ്റിയെന്നായി പറയുന്നത്? അങ്കിളിന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടമായിന്നാ ഡോക്ടർ പറഞ്ഞത്. അങ്കിളിനൊന്നും കാണാൻ കഴിയില്ല. ഓപ്പറേഷൻ ചെയ്താലും കാര്യമായ മാറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാലും അവർ ഒന്നുകൂടി ആലോചിക്കും. അത്രയ്ക്കും രേഖ അവരെ വേദനിപ്പിച്ചു. എനിക്കും മനസ്സിലായിരുന്നു അമ്മേ. ശ്രീലക്ഷ്മി എന്തു പറഞ്ഞു? മോൾക്കും വലിയ വിഷമായി കാണുമല്ലേ? ഞാനും അങ്ങനെ തന്നെ കരുതിയത്. പക്ഷേ ശ്രീലക്ഷ്മിക്ക് രേഖയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അച്ഛനെയും അമ്മയും അവളായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാന്ന അവൾ എന്നോട് പറഞ്ഞു. അവൾക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടാവും. സ്വന്തം അച്ഛനെ അമ്മയെ ഇൻസൾട്ട് ചെയ്ത് ആർക്കാ സഹിക്കുക? പക്ഷെ തെറ്റല്ല അവൾ സ്വയം ഏറ്റെടുത്ത് അനിയത്തിക്കുട്ടിയെ സേഫ് ചെയ്യാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീലക്ഷ്മിയുടെ ക്ഷമയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും കുറച്ചെങ്കിലും രേഖയ്ക്കുണ്ടായിരുന്നെങ്കിൽ. അനാവശ്യ സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ടാ ഈ ഒരു അവസ്ഥയിലെത്തിയത്. ഞാൻ രേഖയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള വാശിയില്ല രേഖ ഇപ്പോഴും. വാസുദേവ സാറേ, ആ കയ്യം കൊടുത്തേ. എന്താ സരോജ, നീ മാർക്കറ്റിൽ പോയില്ലേ? ആ പോയതാ, പക്ഷെ ഞാൻ കാശെടുക്കാൻ മറന്നു. അല്ല, ആരാ ഇവരൊക്കെ? അതൊക്കെ വിശദമായിട്ട് നിന്നോട് പിന്നീട് പറയാം. നീ ഇപ്പൊ പോയിട്ട് വാ. വീട്ടുകാരി അറിഞ്ഞില്ല ഇങ്ങനൊരു കച്ചവടം? എന്റെ ഭാര്യയല്ലേ, അവളറിയാതെ ഇങ്ങനെയൊരു വിൽപ്പന നടത്താൻ പറ്റില്ലല്ലോ. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഏട്ടാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ എഴുത്തു കുത്തുകൾ കഴിയുമ്പോ ഞാൻ ചേട്ടനെ വിളിക്കാം. അന്ന് വന്നാ മതി. ഓഹോ, ശരി ശരി. ആ ശരി.
ഞാൻ രേഖ മാഡത്തെ കാണാൻ വന്നതാ. രേഖ മാഡത്തെ ഒന്ന് വിളിക്കാമോ? രേഖ കുഞ്ഞ് ഓഫീസിൽ പോകാൻ റെഡിയാവുമെന്ന് തോന്നുന്നു. കുട്ടി വെയിറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോ രേഖ കുഞ്ഞ് വരും. ഹലോ. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ നിന്ന് വെയിറ്റ് ചെയ്യണോ ഇരുന്ന് വെയിറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞില്ല. ഏതായാലും ഞാൻ വെയിറ്റ് ചെയ്യാൻ വന്നതല്ല. പിന്നെ നിങ്ങൾ ഇവിടുത്തെ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ആരായാലും ശരി, കുറച്ചൊക്കെ മാനേഴ്സ് ആവാം. ആദ്യം കാണുന്ന ഒരാളെ കുട്ടീന്നൊക്കെ വിളിക്കുന്നത് ശരിയല്ല. ഏതായാലും നിങ്ങൾ രേഖാ മാഡത്തിനോട് പറയേ, കാർ അയച്ചത് പ്രകാരം റോസ്മേരി കാണാൻ വന്നിട്ടുണ്ടെന്ന്. റോസ്മേരി അങ്ങനെ പേര് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്തിനു വന്നു, എവിടുന്ന് വന്നു, ഇതൊക്കെ എനിക്കറിയണം. സംഭാവനയാണോ ഉദ്ദേശ്യം എന്നൊക്കെ വിശദമായി പറഞ്ഞാൽ രേഖ കുഞ്ഞിനെ ഞാൻ അറിയിക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ കാത്തു നിൽക്കേണ്ടി വരും. എന്താ ബാലമ്മ, എന്താ പ്രശ്നം? രേഖ കുഞ്ഞിനെ കാണാൻ വന്നതാണെന്ന് പറയുന്നു. ഞാൻ കാത്തു നിൽക്കാൻ പറഞ്ഞു. പക്ഷേ രേഖ കാണാനോ? എന്താ കാര്യം? അല്ല, താൻ മുന്നേ ഓഫീസില് അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്തിരുന്ന ആളല്ലേ? അതെ സർ. പിന്നെ ഞാൻ ഹയർ സ്റ്റഡീസിന് പോയപ്പോ റിസൈൻ ചെയ്തിരുന്നു. ഓ, ഇപ്പോ രേഖ കാണേണ്ട കാര്യം എന്തായിരുന്നു? ഷെടാ, ഇതിപ്പോ ഞാൻ വന്ന കാര്യം എല്ലാവരോടും പറയണോ? അത് രേഖാ മാഡത്തിന് അറിയാം. മാഡം വരുമ്പോ സർ നേരിട്ടങ്ങ് ചോദിച്ചാ മതി. അത് ശരി, അങ്ങനെയാണോ? എങ്കിലേ എന്താ പേര് പറഞ്ഞേ? റോസ്മേരി. ആ, റോസ്മേരി ഇന്ന് മാഡത്തെ കാണണ്ട. വന്ന വഴിയെ തിരിച്ചുവിട്ടോ. രാവിലെ തന്നെ ഓരോന്ന് കേറി വന്നോളൂ. മൂഡ് സ്പോയിലിയെ. ഹലോ റോസ്മേരി. ഹലോ മാഡം. മാഡത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. വെയിറ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഇവിടെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നേനല്ലോ. എനിവേ, വെൽക്കം ടു രാജനന്ദിനി ഫുഡ് കോർപ്പറേഷൻ. താങ്ക് യു. രഘു, സോറി. ഷീസ് റോസ്മേരി, മൈ ന്യൂ. ഒരു ചായ പോലും കൊടുക്കാതെ അവരെ അങ്ങ് പറഞ്ഞു വിട്ടു അല്ലേ? ആ, അത് സാരമില്ല. ശ്രീടച്ചന്റെ മുഖത്തൊരു തെളിച്ചില്ലാത്ത. ഓ, ഒന്നുമില്ല. ആ, നീ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് എന്തായി? എല്ലാം കിട്ടിയോ? പൈസ തഴഞ്ഞോ? അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ. ആ, അച്ഛനൊരു വിശേഷം കേക്കണ്ടേ? ഞാൻ പോണ വഴിക്ക് അമ്പലത്തിൽ വെച്ച് മോളെ കണ്ടു. മോള് കല്യാണം കഴിഞ്ഞിട്ടേ ആദ്യമായിട്ട് ഓഫീസിൽ പോകുന്ന ദിവസം ഇന്ന്. ഇതെന്താ ഞാൻ മോളെ കണ്ടു എന്ന് പറഞ്ഞോ ഒന്നും മിണ്ടാത്തത്? ഓ, ഞാൻ മാത്രം മോളെ കണ്ടു എന്ന് പറഞ്ഞത് പിടിച്ചില്ല അല്ലേ? അച്ഛൻ വിഷമിക്കണ്ട, നമുക്കൊരു ദിവസം രവിസാറിന്റെ വീട്ടിൽ പോയി മോളെ കാണാം. ആ, ശ്രീടച്ച, മോൾ അമ്പലത്തിൽ വന്നിട്ടേ അകത്തേക്ക് കയറിയില്ല. പെട്ടെന്നങ്ങ് മടങ്ങിപ്പോയി. എന്താന്നറിയില്ല, അവൾക്ക് എന്തോ വിഷമമുള്ളതുപോലെ. നമുക്കൊരു കാര്യം ചെയ്യാം. മോളെ കാണാൻ പോകുന്ന ദിവസം അമ്പലത്തിലെ പൂജാരിയെ കൊണ്ട് ഒരു ചരട് ജപിച്ച് മോൾക്ക് കൊടുക്കാം. എന്തേലും ദോഷമുണ്ടെ മാറി കിട്ടുമല്ലോ. അച്ഛൻ എന്ത് പറയുന്നു? അങ്ങനെ ചെയ്യാം. ശ്രീടച്ഛന് എന്തു പറ്റി? ഞാൻ പോയപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി നേരത്തെ വന്നവരുമായിട്ട് വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഓ, ഇനി അത് ചോദിച്ച എന്റെ നേരെ ചാടി കടിക്കാൻ വരും. എന്തായാലും ആ ഇരുപ്പത്ര പന്തിയല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്.
Sit down, please. വളരെ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനാണ് ഈ കോൺഫറൻസ്. ഒന്ന്, രാജനന്ദിനി ഫുഡ് കോർപ്പറേഷന്റെ ചുമതലകളേറ്റ് ഇന്നു മുതൽ ഓഫീസിൽ സജീവമാകാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ട അനിയത്തിക്കുട്ടി രേഖയാണ്. അനിയത്തിക്കുട്ടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. അതോടനുബന്ധിച്ച് രാജനന്ദിനി ഫുഡ് പ്രൊഡക്ട്സിന്റെ ബിസിനസ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ എക്സ്പോർട്ടിംഗ് സെക്ഷൻ നമ്മൾ വിലയിരുത്താൻ പോകുന്നു. ഈ പ്രോജക്റ്റിനായി 280 കോടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ് രേഖ. താങ്ക് യു രഘു. ഇനി രണ്ടാമത്തെ കാര്യം, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തുടക്കകാലം മുതൽ ഇപ്പോൾ വരെ ഏറ്റവും നല്ല അഭിപ്രായവും ലാഭവും നമ്മുടെ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത് രാജനന്ദിനി സാരീസിൽ നിന്നാണ്. ഇതുവരെ രാജനന്ദിനി സാരീസിന് മാത്രമായി ഒരു എക്സ്ക്ലൂസീവ് റീറ്റെയിൽ ഷോറൂം നമുക്കില്ല. രാജനന്ദിനി സാരീസിന്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു എക്സ്ക്ലൂസീവ് റീറ്റെയിൽ ഷോറൂം നമ്മൾ തുടങ്ങാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരും ഞാൻ അറിയിക്കുകയാണ്. അത് വളരെ നല്ല ആശയമാണ് രവി സർ. രാജനന്ദിനി ബ്രാൻഡിന്റെ സാരീസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ വാങ്ങാമല്ലോ. ഗ്രേറ്റ് ഐഡിയ. എക്സാക്ട്ലി, യു റൈറ്റ് മിസ്റ്റർ ദേവാനന്ദ്. ഈ പ്രോജക്ടിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഞാൻ ഏൽപ്പിക്കുന്നത് എന്റെ പ്രിയ പത്നിയും രാജനന്ദിനി ഇൻഡസ്ട്രീസിന്റെ വർക്കിംഗ് ചെയർപേഴ്സണുമായ ശ്രീലക്ഷ്മി. മാഡം അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ, വെറുതെ സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഇരിക്കെ. എന്താ സാന്ദ്ര മാഡം, വലിയ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും രാജാറാം സാർ? നമ്മളെയൊക്കെ ഞെട്ടിച്ച പബ്ലിക്കിന്റെ ഇടയിൽ തന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ട പ്രമാദമായ ഒരു പ്രണയവും തുടർന്നുള്ള വിവാഹവും അവസാനം ഒരു ദുരന്തകഥയാവുന്ന ലക്ഷണമാണല്ലോ. ആരുടെ കാര്യമാണ് മാഡം ഉദ്ദേശിക്കുന്നത്? ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. അയ്യോ പാപം, ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടി. എങ്കി രാജാറാം സാറിന് മനസ്സിലാവുന്ന ഭാഷയില് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ രവി സാറ് കാത്തിരുന്ന് വയസ്സാം കാലത്തൊരു കല്യാണം കഴിച്ചത് കിളി പോയ ഒരു സാധനത്തിനാണെന്ന്. നമ്മുടെ ബോസിന്റെ ഭാര്യ ഒരു മുഴുഭ്രാന്തിയാണോന്ന് ആളുകളൊക്കെ നമ്മളോട് ചോദിച്ചാ നമുക്കല്ലേ അതിന്റെ നാണക്കേട്? സാന്ദ്ര മാഡം, ആവശ്യമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയരുത്. ആവശ്യമില്ലാത്തതോ? രാവിലെ അവിടെ പറഞ്ഞത് സാറും കേട്ടതല്ലേ. അവളെ കൊണ്ടുപോയി ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാഡം പറയണമെന്നില്ല. പിന്നെ കുറച്ചധികം നോർമൽ ആയതുകൊണ്ടാണോ ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോകുന്നത്? സാറിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ആകെയുള്ളൊരു ഫ്രണ്ടിന്റെ 1ഉം 2ഉം കല്യാണം പാളിപ്പോയി. ഒന്ന് ഭൂമിന്നേ പോയി, മറ്റൊന്നിനും മുഴുവട്ടും. സാന്ദ്ര മാഡം, മൈൻഡ് യുവർ വേർഡ്സ്. ഇപ്പോഴും മാഡത്തിന്റെ മനസ്സിൽ ദുഷ്ചിന്തകളുണ്ട്. അതിന്റെ വിഭ്രാന്തിയില മാഡത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്. ഇത് വിഭ്രാന്തിയൊന്നും അല്ല രാജാറാം സർ. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പിന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ അത് ദുശ്ചിന്തകളൊന്നുമല്ല. വിഷമമുണ്ടെന്ന് വെച്ച് എന്തും വിളിച്ചു പറയുന്നവളല്ല ഈ സാൻഡ്ര.
ഞാൻ വീണ്ടും തീർത്തു പറയുന്നു, ശ്രീലക്ഷ്മി നോർമൽ അല്ല. അത് മാഡത്തിന്റെ വെറും തോന്നല. ശ്രീലക്ഷ്മി മാഡത്തിന് ഒരു കുഴപ്പവുമില്ല. രാജാറാം സർ, കണ്ണടച്ചിരിട്ടാക്കല്ലേ. സാറിന് ഈ കാര്യം അറിയാവുന്ന എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ചെയർമാനും തന്റെ ആത്മാർത്ഥ സുഹൃത്തുമായ ഒരാളിന്റെ സഹധർമ്മിണിക്ക് തലയ്ക്ക് സുഖമില്ലെന്നുള്ളത് അംഗീകരിക്കാൻ സാറിന് കഴിയില്ലല്ലോ, അല്ലേ? പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി അച്ഛനെയും അമ്മയൊക്കെ പിരിഞ്ഞിരിക്കേണ്ടി വന്നപ്പോ ഉണ്ടായ ഒരു മനോവിഷമം മാത്രമാ ശ്രീലക്ഷ്മി മാഡത്തിന്. ശ്രീലക്ഷ്മി മാഡത്തിന്റെ മനസ്സിന് വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മറ്റു ചിലരുടെ മനസ്സിൽ നിറയെ വിഷമാ, കാളകൂട വിഷം. അവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നായയുടെ വാല് എത്ര കുഴലിലിട്ടാലും അത് നിവരില്ല എന്നൊരു ചൊല്ലുണ്ട്. കഷ്ടം തന്നെ. കൂട്ടുകാരന്റെ ഭാര്യയെ പറ്റി പറഞ്ഞപ്പോ നൊന്തു. ഓ, കൂട്ടുകാരന്റെ ഭാര്യ മാത്രമല്ലല്ലോ, ഇപ്പൊ അനന്തരവളും കൂടിയല്ലേ. Excuse me, sir. ദീപു, കം കം കം. എന്താ ദീപു? സർ, സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ അച്ഛൻ ഒരേ വാശി. വയ്യാതിരിക്കുന്നത് കൊണ്ട് ഞാൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ ദേ പുള്ളിയായിട്ട് തന്നെ ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുക. റിസപ്ഷനിൽ ഇരുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. സാറിനെ കണ്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. സാറൊന്ന് ഫ്രീ ആണെങ്കിൽ. ഓഫ് കോഴ്സ്. ദീപു പോയി അച്ഛനെ കൂട്ടിക്കൊണ്ടുവരൂ. ശരി അമ്മ. പിന്നെ മോളെ, അമ്മയ്ക്കും അച്ഛനും ഇനി എപ്പോഴും മോളെ വന്ന് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞു എന്ന് വരില്ല. ഇവിടെ ആയിരുന്നപ്പോ ഇടയ്ക്ക് മോളെയും കുട്ടി അമ്പലത്തിൽ പോവായിരുന്നു. ഇതിപ്പോ മോൾ അവിടെയല്ലേ. പിന്നെ ഓഫീസിലെ ജോലി തിരക്കും. അമ്പലത്തിൽ പോക്ക് മുടങ്ങുമ്പോ ചില പരീക്ഷണങ്ങളും വയ്യായികളും ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞ അഷ്ടമിക്ക് സംഭവിച്ച പോലെ ചിലപ്പോ ഇനി എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾക്ക് ഓടി വരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അമ്മ അമ്പലത്തിൽ നിന്ന് ഒരു ഏലസ് കൂടി പൂജിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഈശ്വരബന്ധം ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ. രാവിലെ കുളിച്ചു വന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം ഈ ഏലസ് അരയിൽ കെട്ടണം. ഏകാന്തമായിട്ട് വേണം ഇത് ചെയ്യാൻ. അന്നെപ്പോഴും മനസ്സ് നല്ല ഏകാഗ്രമാക്കിയിട്ട് ലളിതാ സഹസ്രനാമം കൂടെ വായിക്കണം. അതോടെ എന്തെങ്കിലും തരത്തിലുള്ള ദോഷമോ പേടിയോ തട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും. പിടിക്കണേ അങ്ങോട്ട്. ഇനി നിന്ന് താമസിപ്പിക്കേണ്ട, മോള് ചെല്ല്. ശരി അമ്മേ. എന്റെ കരിക്കുത്തിയമ്മേ, കാത്തോളണേ.
രേഖ, എത്ര ന്യായീകരിച്ചാലും താൻ ഇന്ന് കാണിച്ചത് ശരിയായില്ല. ആദ്യ ദിവസം തന്നെ ഓഫീസിൽ നിന്ന് പിണങ്ങിപ്പോകുന്നത് എത്ര ചീപ്പാണ്, അതും ഒരു നിസ്സാര കാര്യത്തിന്. രഘുവിനെല്ലാം നിസ്സാരമായിരിക്കാം, പക്ഷെ ഇവിടെ അവിടെ നടക്കുന്നതൊന്നും എനിക്കത്ര നിസ്സാരമായിട്ട് തോന്നുന്നില്ല. രഘുവിനൊന്നും അറിയില്ല. അതോ ഇനി എല്ലാം അറിഞ്ഞുകൊണ്ട് രഘു വിട്ടിവേഷം കെട്ടുന്നതാണോന്നും എനിക്ക് സംശയമുണ്ട്. എന്തറിഞ്ഞുകൊണ്ട്? താൻ ഓരോന്ന് കാണിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും കൊട പിടിക്കാൻ എന്നെ കൊണ്ടാവില്ല. ആ കാരണത്താൽ ഞാനൊരു വിഡ്ഢിയാണെന്നാണ് താൻ പറയുന്നതെങ്കിൽ അങ്ങനെ തന്നെ. ഈ വീട്ടിലുള്ളവർക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് രേഖ നിനക്ക് ഇനിയും മനസ്സിലാവാത്തെ? ആക്ച്വലി എന്താ നിന്റെ പ്രശ്നം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. രഘുവിന് ഒരു ജോലിയും ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് എല്ലാവരും ബ്രദർ ഇൻ ലോയെ പുകഴ്ത്തുന്നു. ഇനി അഥവാ രഘുവിനെ എന്തെങ്കിലും ഏൽപ്പിച്ച തന്നെ അത് ഫിനിഷ് ചെയ്യുന്നത് ബ്രദർ ഇൻ ലോ തന്നെയായിരിക്കും. ബ്രദർ ഇൻ ലോയുടെ തണലിൽ നിന്ന് രഘുവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ഒറ്റയ്ക്കൊരു കാര്യവും ചെയ്യാനുള്ള പ്രാപ്തി എന്റെ ഭർത്താവിന് ഇല്ലാന്ന് പറയുന്നതിന്റെ നാണക്കേട് എനിക്കാ. അത് മാത്രമാണോ? ഇപ്പഴേ എല്ലാവർക്കും ആ ശ്രീലക്ഷ്മിയെ മതി. വലിയ മാഡമാണത്ര, വലിയ മാഡം. ഓഫീസിൽ എല്ലാവർക്കും ശ്രീലക്ഷ്മി സാന്ദ്രയും മതി. അവരെല്ലാം ചേർന്ന് ഡിസിഷൻ എടുക്കുന്നു. ഞാനും രഘു ഉൾപ്പെടെ മറ്റെല്ലാവരും അതങ്ങ് അനുസരിച്ചോണം. പ്രത്യേകിച്ച് ശ്രീലക്ഷ്മി. എവിടുന്ന് വന്നവളാണെന്നൊക്കെ അവൾ അപ്പാടെ അങ്ങ് മറന്നിരിക്കുന്നു. ആഹാ, സാർ ഇവിടെ നിൽക്കായിരുന്നോ? ദേ, അമ്മ ആഹാരം കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞു. ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോ കണ്ടില്ല. ഞാൻ വെറുതെ ഇവിടെ വന്നിന്ന് പഴയതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കായിരുന്നു. പഴയതായാലും പുതിയതായാലും സാറിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല ശ്രീലക്ഷ്മി. ശരിക്കും? ശരിക്കും. എന്നാലും ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ? തനിക്ക് വിഷമമാരുത്. ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു അനുവാദം ചോദിക്കലൊക്കെ? സാറിന് എന്തോ എന്നോട് ചോദിക്കാമല്ലോ. ഞാൻ ശ്രീലക്ഷ്മിയെ രാജനന്ദിനിയായി കണ്ടിഷ്ടപ്പെടുന്നതിനോട് തന്റെ അഭിപ്രായം എന്താ? എനിക്കെന്താ അഭിപ്രായം സർ? രാജനന്ദിനി മാഡത്തിനെയല്ലേ സർ ആദ്യമായിട്ട് കാണുന്നതും ഇഷ്ടപ്പെടുന്നതും? അതിന് എത്രയോ വർഷത്തിന് ശേഷം സാർ എന്നെ കാണുന്നത്. അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. അപ്പോ എനിക്കതിൽ മറ്റൊരു അഭിപ്രായം തോന്നേണ്ട കാര്യമില്ല. ഇപ്പൊ സാറിന്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എന്റെ ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോ എനിക്ക് വേറൊരു കാര്യം കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇനിയുണ്ടോ? അതെന്താണെന്ന് എനിക്കറിയാം. രേഖ മാഡത്തിന്റെ സ്വഭാവത്തിലും സംസാരത്തിലും എനിക്കെന്തെങ്കിലും വിഷമായോന്നല്ലേ? ഞാനത് കുറേ തവണയായിട്ട് പറയാ. എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. ആരെന്ത് പറഞ്ഞാലും സാർ എന്നോടൊപ്പം ഇല്ലേ? സാർ തരുന്ന സ്നേഹ എന്റെ സുരക്ഷ. അതുകൊണ്ട് സാറിന് അതിൽ ഒരു സംശയവും വേണ്ട. എന്നാലും ശ്രീടച്ച, നമ്മുടെ മോള് കളിച്ചു വളർന്ന ഈ വീട് ഇനി വേറൊരാടെയാന്ന് ആലോചിക്കുമ്പോ ആ മോൾക്ക് വേണ്ടി തന്നെയല്ലേ സരോജം ഞാനിത് ചെയ്തത്. എനിക്കെന്തോ നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനേ രവിസാറിനെ മോളെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. സംസാരിച്ചു. പക്ഷേ അവരിതറിഞ്ഞു കഴിയുമ്പോ നീ നേരത്തെ പറഞ്ഞ പോലെ തലയ്ക്ക് വെച്ച നിലവിളക്കുമായി തെക്ക് വടക്ക് കിടക്കും ഞാനിവിടെ. എന്താ അത് കാണണോ നിനക്ക്?
നമ്മളിങ്ങനെ ചെയ്തതെന്ന് തൽക്കാലം മോളും രവി സാറും അറിയണ്ട. അറിഞ്ഞാൽ അവരിതിന് സമ്മതിക്കില്ല. അപ്പോ നമ്മൾ ഇനി എങ്ങോട്ട് പോവും? ആദ്യം നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് ഇനി കൂടുതൽ നേരം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ആകെയുള്ളത് മനോബലമാ. അതോടി നഷ്ടായ പിന്നെ ഒരു മുഴം കയറിന്റെ ആവശ്യമേ നമുക്കുണ്ടാകൂ. അതൊരു പക്ഷേ നമ്മുടെ മോൾക്ക് സഹിക്കാൻ പറ്റിയിട്ട് വരില്ല. തുറന്നോളൂ ശ്രീലക്ഷ്മി. കൂടുതലൊന്നും ഇനി ആലോചിക്കുന്നില്ല. വേണ്ട സർ, അത് വേണ്ട. രാജനന്ദിനി എന്ന വ്യക്തിയും ഈ മുറിയും എല്ലാം എന്റെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കുമെന്ന് എനിക്ക് തീർച്ചയാ. എന്റെ മനസ്സിലൊരു രാജനന്ദിനിയുണ്ട്. ഈ റൂമിനകം എങ്ങനെയായിരിക്കും എന്നൊരു സങ്കല്പവും എനിക്കുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കുന്നതാ എനിക്കിഷ്ടം. മാത്രല്ല, സാറ് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ മുറി കയറിയപ്പോഴാ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. ഞാനിത് ആവർത്തിക്കുന്നത് ശരിയല്ല സർ. അങ്ങനെയല്ല ശ്രീലക്ഷ്മി. മുറി തുറന്നു കണ്ടാൽ തന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് കുറെ ഉത്തരം കിട്ടും. അതോടെ തന്റെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ. ഞാൻ ഈ മുറി കയറിയത് സാറിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ മുറിയെക്കുറിച്ചോ രാജനന്ദനെക്കുറിച്ചോ ഞാനിനി ചിന്തിക്കുക പോലുമില്ല. അത് ഞാൻ മനസ്സിലുറപ്പിച്ച കാര്യ. അങ്ങനെ ചിന്തകൾക്ക് കടിഞ്ഞാണിടണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വേണ്ട സർ, സാറിനെ നിർബന്ധിക്കരുത് പ്ലീസ്. ഇനി ഒരിക്കലും ഈ മുറിയെക്കുറിച്ച് ഓർക്കേണ്ട ഒരവസ്ഥ പോലും ഉണ്ടാകരുതെന്ന എന്റെ പ്രാർത്ഥന. സർ വരൂ. സരോജന്റെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. വാ, നമുക്ക് ചോദിച്ചിട്ട് വരാം. വാ. ചേച്ചി എങ്ങോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? അത് നിനക്ക് മനസ്സിലായില്ലേ? അവിടെ രവിസാന്റെ വീട്ടിൽ താമസിച്ചാൽ മതിയെന്ന് ശ്രീലക്ഷ്മി ചേച്ചി പറഞ്ഞു കാണും അല്ലേ ചേച്ചി? എന്നാലും നമ്മളോടൊക്കെ ഒന്ന് പറയാമായിരുന്നു സരോജമ്മേ. അയ്യോ, ഞങ്ങളങ്ങനെ സ്ഥിരമായി നിൽക്കാൻ പോകുന്നൊന്നുമല്ല. കുറച്ചു ദിവസം അവിടെ താമസിക്കാൻ മോളും രവി സാറും നിർബന്ധിച്ചപ്പോ പോകാമെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഉചിതമായ തീരുമാനം. നിങ്ങൾക്കുള്ളത് ഒരേ ഒരു മോളല്ലേ? ദൈവത്തിനെ പോലെ ഒരു മരുമകനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സുദർശനും സരോജവും ഭാഗ്യം ചെയ്തവരാണ്. നമുക്കാർക്കും സ്വപ്നം കാണാനാവാത്ത ഭാഗ്യമല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പോയി നിങ്ങൾ മോളുടെ കൂടെ സന്തോഷമായിട്ട് താമസിക്കുക. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അതെ,
നിങ്ങളെ രണ്ടാളെയും സ്വന്തം അച്ഛനായും അമ്മയായും കണ്ട് സ്നേഹിക്കുന്ന ഒരു മരുമകനെ കിട്ടിയത് ഭാഗ്യം തന്നെയാണ്. സുദർശൻ ചേട്ടൻ സന്തോഷമായിട്ട് പോയിട്ട് വാ. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കാണാൻ വരണേ. അത്രയും വലിയ വീട്ടിൽ ചെന്ന് താമസിച്ചാ പിന്നെ കോളനിയിലെ വീട്ടിലേക്ക് വരാൻ തോന്നില്ല, അല്ലേ മുച്ചേട്ടാ? അതെ അതെ. സുദർശനും സരോജത്തിനും അധിക നാൾ അവിടെ നിൽക്കാൻ പറ്റില്ല. വേഗം ഇങ്ങ് തിരിച്ചു വരും. നോക്കിക്കോ, ഇതല്ലേ അവരുടെ ലോകം. ശ്രീലക്ഷ്മി തിരക്കിന്ന് പറയണേ. വേഗം തിരിച്ചു വരണേ. എനിക്ക് തയ്യൽ പഠിപ്പിച്ചു തരാന്ന് വാക്ക് പറഞ്ഞതാ. പത്മിനി വരുമ്പോ പറഞ്ഞേക്കണേ മോളെ, ആന്റി പോയിന്ന്. ശരി ആന്റി. സരോജൻ ചേച്ചി ഇല്ലാതെ ഇവിടെ ഒരു രസം ഉണ്ടാവില്ല. സരോജന്റിയുടെ മുഖം കണ്ടാ തോന്നും ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലാന്ന്. അത് പിന്നെ പെട്ടെന്ന് ഇവിടുന്ന് മാറുന്നതിലുള്ള വിഷമം കൊണ്ടാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ.